ജനറ്റിക് കോഡ്. എന്താണ് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ mRNA-യുടെ മുകളിലുള്ള നൈട്രജൻ ബേസുകൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ അമിനോ ആസിഡിൻ്റെ ഫോർമേഷൻ, ഇതിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുക. ഒരു തവണയും കൂടെ ഞാൻ പറയാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൈട്രജൻ ബേസ് ഓൺ mRNA ആൻഡ് കറസ്പോണ്ടിങ് അമിനോ ആസിഡ് ഇൻ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഇതിനെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയുക. നമുക്ക് ജനറ്റിക് കോഡിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സുകളൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ജനറ്റിക് കോഡിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സാലിയൻ്റ് ഫീച്ചേഴ്സ് ഞാനിവിടെ പറയാം. കൊഡോൺ ഈസ് ട്രിപ്ലെറ്റ്, അതായത് 3 ബേസുകൾ കൂടി ചേരുന്നതാണ് ഒരു കൊഡോൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്, 61 കൊഡോൺ കൊണ്ട് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന 3 കൊഡോണുകളാണ് UAA, UAG, UGA. അവരൊരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പറയുന്നു സ്റ്റോപ്പ് കൊഡോൺ അല്ലെങ്കിൽ നോൺ സെൻസ് കൊഡോൺ എന്ന് പറയും. നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പലതരത്തിലുള്ള അമിനോ ആസിഡുകളുണ്ട്. ഇവിടെ എല്ലാം തന്നെ കൊഡോണുകളും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 3 ബേസ് കൊണ്ടാണ് ഒരു കൊഡോൺ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നു ടോട്ടൽ 64 കൊഡോണുകൾ ഈ പിക്ചറിലുണ്ട്. ഇതിൽ 61 കൊഡോണുകൾ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന 3 കൊഡോൺ, ആ കൊഡോണുകൾ ഞാനിവിടെ കൊടുക്കാം. UAA, UAG, അതേപോലെ തന്നെ മറ്റൊന്നാണ് UGA. ഈ 3 കൊഡോണുകളെ നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് കൊഡോൺ എന്നാണ്. കണ്ടോ, ഇവിടെയൊക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഒരു കൊഡോണും ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യില്ല. ക്ലിയർ ആയല്ലോ? അങ്ങനെ 2 പോയിന്റ് ഞാനിവിടെ പറഞ്ഞു. അടുത്തത് നോക്കാം നമുക്ക്. AUG എന്ന് പറയുന്ന കൊഡോണിന് 2 ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് AUG എന്ന് പറയുന്ന കൊഡോണിന്റെ ഫങ്ഷൻ? ഒന്ന്, ഇവർ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന്റെ പേരാണ് മെഥിയോണൈൻ എന്ന് പറയും. രണ്ടാമത്തെ ഫങ്ഷൻ, ഇവിടെ വെച്ചിട്ടാണ് ഒരു ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്. AUG എന്ന് പറയുന്ന കൊഡോണിന്റെ മേലെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് AUGക്ക് 2 ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന്റെ പേര് മെഥിയോണൈൻ ആണ്. മറ്റൊന്ന് നമ്മൾ പറയുന്നു അവിടെ വെച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് AUG എന്ന് പറയുന്ന കൊഡോണിന്റെ അവിടെയാണ്. ഇനി നമുക്ക് നോക്കാം. ഒരു അമിനോ ആസിഡിനെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കൊഡോൺ കൊണ്ട് കോഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മെനി കൊഡോൺ. അങ്ങനെയുള്ള കൊഡോണുകൾക്കാണ് നമ്മൾ എന്ത് പറയാ? ഡീജനറേറ്റ് കൊഡോൺ എന്ന് പറയാം. നമുക്ക് ആ പിക്ചറിലേക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും UUA, UUG, CUU, CUC. ഇങ്ങനെ പലതരത്തിലുള്ള കൊഡോണുകളൊക്കെ കോഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ അമിനോ ആസിഡിനെയാണ്. കണ്ടോ, ലൂസിൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കൊഡോണുകളാണ് ഇത്രയും. ഇത്തരത്തിലുള്ള കൊഡോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീജനറേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത്തരത്തിലുള്ള കൊഡോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീജനറേറ്റ് കൊഡോൺ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തൊരു റൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോ പങ്ക്ച്വേഷൻ ബിറ്റ്വീൻ അഡ്ജസന്റ് കൊഡോൺ. നമ്മളൊരു mRNA-യുടെ മുകളിൽ കാണുന്ന കൊഡോണുകൾക്കിടയിൽ ഒരു കോമയോ കുത്തോ സ്പേസോ ഒന്നും പാടില്ല. അതാണ് നമ്മൾ പറയുന്നത് നോ പങ്ക്ച്വേഷൻ. ഇനി മറ്റൊന്ന് നോക്കാം. ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നു, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൊഡോൺ ആണ് AUG എന്ന് പറയുന്നത്. ഈ AUG എന്ന് പറയുന്ന കൊഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് മെഥിയോണൈൻ ആണ്. അത് മനുഷ്യരുടെ ബോഡിയിലാണെങ്കിലും അതെ, ഇനി മറ്റേതെങ്കിലും മൃഗങ്ങളുടെ മേലെയാണെങ്കിലും അതും അവർ കോഡ് ചെയ്യുന്നത് മെഥിയോണൈൻ തന്നെയാണ്. ഇനി ഒരു ബാക്ടീരിയയുടെ മേലെയാണെങ്കിൽ അവരും കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് മെഥിയോണൈൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? ദേ ആർ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ഇനി ജനറ്റിക് കോഡ് ഈസ് നോൺ ഓവർലാപ്പിംഗ്, അതായത് നമ്മൾ ചേർത്ത് വായിക്കാറില്ല. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കൊടുക്കാം, മക്കൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാൻ കൊടുക്കുന്നു AUU എന്നൊരു കൊഡോൺ ഞാനിവിടെ എഴുതി, ഐസോല്യൂസിൻ എഴുതി, ACU എന്ന് എഴുതി, അത് ത്രിയോണൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ AUU ഒരു കൊഡോൺ എടുക്കുകയും പിന്നീട് ഞാൻ UAC എന്നൊരു കൊഡോൺ എടുക്കുകയും പിന്നെ ഞാൻ ACU എന്ന് പറഞ്ഞൊരു കൊഡോൺ എടുക്കുകയും ചെയ്താൽ അത് ഓവർലാപ്പിംഗ് ആണ്. ഇതിലാകെ നമുക്ക് 2 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. AUU, ACU. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെയാണ് നമ്മൾ നോൺ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്.
genetic code is unambiguous and specific. That is, one codon specify only one amino acid. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് യു എന്ന് പറയുന്ന കൊഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഫീനൈൽ അലനൈൻ ആണ്. ഈ ഒരു കൊഡോണിൻ്റെ ഇനി കോഡ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡ് സെറൈനോ പ്രൊലൈനോ ത്രിയോണൈനോ അലനൈനോ അങ്ങനെയുള്ള ഒരു അമിനോ ആസിഡുകളുമായിരിക്കില്ല. യു എന്ന് പറയുന്ന കൊഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏത് മാത്രമായിരിക്കും? ഫീനൈൽ അലനൈൻ മാത്രമായിരിക്കും. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ജനറ്റിക് കോഡിൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Emtees Academy.